മഴ നനഞ്ഞ മഞ്ഞണിഞ്ഞ വല്ലൂരിന്റെ മറ്റൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പുതിയ വീട്ടിലാണ് കിടന്നുറങ്ങുക. അത് കഴിഞ്ഞിട്ട് കാലത്ത് തന്നെ എണീറ്റ് അവിടെ തീയൊക്കെ ഒന്ന് കത്തിച്ച് നമ്മൾ പിന്നെ പഴയ വീട്ടിലേക്ക് വരും. പിന്നെ ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെയാണ്. കാരണം ഇവിടെ ഗ്യാസ് ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പുതിയ വീട്ടിൽ കുക്കിംഗ് ഒന്നും നടക്കില്ല ഇപ്പോൾ. അപ്പോ ഇന്ന് പറമ്പിൽ പണിക്കാരുണ്ടാവും. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനാണ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പറമ്പിലത്തെ പണിയുടെ മേൽനോട്ടങ്ങൾ വഹിക്കുന്നത് കേട്ടോ. അപ്പോ ഇപ്പൊ നമ്മള് മഴയത്ത് പടവലം കുത്തല്, പാവല്, അതുപോലെ കുമ്പളങ്ങ ഇതൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിലയുള്ള സമയത്ത് വിളവെടുപ്പ് നടക്കും അത്ര. അതുപോലെ തന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ കെട്ടും തേപ്പും പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. വീടും പരിസരമൊക്കെ വൃത്തിയാക്കലും അതുപോലെ തന്നെ തേപ്പും അലക്കുകല് കെട്ടലും അങ്ങനെ ഒരുപാട് പണികളായിട്ട് വല്ലൂര് ഞാൻ ഭയങ്കര ബിസിയാണ്. അവിടെ മഴയുണ്ടോ? നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെ ഇന്നും മഴയാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം മുന്നേ മഴ എത്തിയതുകൊണ്ട് നമ്മുടെ പണികളും വീടിന്റെ പുരോഗമന പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ട് നടക്കണില്ല. അപ്പൊ നമുക്ക് പതുക്കെ നമ്മുടെ റുട്ടീനിലേക്ക് കടക്കാം. നമുക്കിന്ന് തൃശ്ശൂർക്ക് പോകണം. എനിക്ക് അല്ലറ ചില്ലറ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കാലത്ത് കഞ്ഞിയൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. സദേട്ടനും അച്ഛനും അതുപോലെ വേറെ 2-3 ചേട്ടന്മാരൊക്കെ ഉണ്ട് വാഴയില് നമ്മുടെ ചാക്കിടലും, അതായത് പക്ഷികളൊന്നും കൊത്തിക്കൊണ്ട് പോവാണ്ടിരിക്കാനായിട്ട് കായ നമ്മൾ ചാക്കിട്ട് വെക്കും. അങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിന്ന് കായും പയറും ഉപ്പേരി വയ്ക്കാം. ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയിൽ ഒടിഞ്ഞു പോയ കായ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആവശ്യത്തിന് ഉരിഞ്ഞുകൊണ്ട് വന്നിട്ട് ഇതുപോലെ കായും പയറും നമ്മുടെ ഉണക്കപ്പയറുണ്ടല്ലോ അതിട്ട് കൂട്ടാൻ വെക്കുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് സാധാരണ കടയിൽ കൊണ്ട് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സാമ്പാർ കഷ്ണത്തിലൊക്കെ ഇട്ട് പോവും കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊണ്ട് പോവുള്ളൂ. നമ്മുടെ വാഴയമ്മ തന്നെ നിൽക്കുമ്പോൾ ഇത് വലിയ കാര്യമായിട്ട് വാടില്ല. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമല്ലോ. ഞാനിങ്ങനെ 1-2 പൊട്ടിച്ചുകൊണ്ട് വെച്ചിട്ട് 2-3 ദിവസമായി. അതാണ് അത്രയും കരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേവിച്ച പയറിലേക്ക് ഇതുപോലെ തന്നെ കായ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അതുപോലെ തന്നെ ഇടിച്ച മുളക് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നമ്മുടെ പയറും കായും ഉപ്പേരി നമുക്ക് കാച്ചിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ വേപ്പിൻ്റെ ഇല ഇടാൻ മറന്നിട്ടുണ്ട്. വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് കാലത്തെ ഉപ്പേരി നമുക്ക് കാച്ചിയെടുക്കാം. ഞാൻ ഒരുപാട് തവണ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ പയറും കായും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചമ്മന്തി സാധാരണ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ആണല്ലോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. ഇപ്പോഴേക്കും നമ്മുടെ കാതർക്ക മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മീനും മേടിക്കാം കേട്ടോ അക്കൻ്റെ കയ്യിൽ നിന്ന്. ചെമ്മീൻ ചമ്മന്തി എന്നെല്ലാം കൂട്ടിയിട്ട് ഉണ്ടാക്കണം. അതായത് നമ്മുടെ നാടൻ മുളകും വറ്റൽമുളകും പുളിയും ചെമ്മീനും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഉപ്പും പിന്നെ നമ്മുടെ ഈ എന്താ പറയുക വേപ്പിൻ്റെ ഇലയും ഇത്രയും സാധനങ്ങൾ നമ്മൾ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി അത് ഇങ്ങനെ ഉപ്പിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തി ആവും കേട്ടോ. പിന്നെ ഒരു കാര്യം, കറണ്ട് ഇല്ല നമ്മുടെ വീട്ടിൽ. കറണ്ട് ഇല്ലാത്ത കാരണം നിങ്ങൾ ചെറിയൊരു മങ്ങിയ വെളിച്ചത്തിൽ അരണ്ട വെളിച്ചത്തിലായിരിക്കും നമ്മുടെ കുറച്ച് ഭാഗത്തുള്ള വീഡിയോ കാണുക. കാരണം നമ്മുടെ ഇൻവെർട്ടർ പുതിയ വീട്ടിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ വെളിച്ചത്തിലായിരുന്നു അവിടുത്തെ ഒരു ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് കത്തണില്ല. ഇപ്പോൾ ഞാൻ ടോർച്ചൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് മാറും. പുതിയ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കറണ്ട് വരുമ്പോൾ ഇത് അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പും മുളകൊക്കെ പുരട്ടി നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. പിന്നെ നമുക്ക് പീര വറ്റിക്കാം. ഞാൻ വെച്ചാൽ നമ്മളെ കൊഴുവയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊഴുവ നമുക്ക് പീര വറ്റിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിൽ നേരത്തെ എണീറ്റ് കൂട്ടാനും ചോറൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ തൃശ്ശൂർക്ക് വിടും. കാലത്ത് പോയാലാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വരുള്ളൂ. ശ്രീകുട്ടന് ക്ലാസ് ഉണ്ടാവും. ശ്രീകുട്ടൻ്റെ ഒരു 5:30 ആകുമ്പോൾ ചെറിയൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭഗവത്ഗീത പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സ്കൂളിൽ നിന്നുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് തിരിച്ചു വരണം. അപ്പോൾ നമുക്ക് മീൻ വറക്കാം, അതുപോലെ തന്നെ പീര വറ്റിക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്യാം.
ഞാനങ്ങനെ പൊതുവേ നമ്മുടെ കൊഴുവ പീര വെക്കാറില്ല കേട്ടോ. പക്ഷെ കൊഴുവ പീര വെക്കുന്നത് നല്ല ടേസ്റ്റാ. പണ്ട് നമ്മുടെ തലൂര് വീട്ടിലായിരിക്കുമ്പോഴാണ് ആ പരിപാടി ചെയ്യുക, ചേട്ടന്മാർക്ക് എന്തെങ്കിലും വെറൈറ്റികൾ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ നമ്മുടെ ചെറുള്ളിയും അതുപോലെ തന്നെ സവോളയും നമ്മുടെ ചോപ്പർ കൂട്ടണിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാടൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെ നമ്മുടെ നാടൻ പച്ചമുളക് നമുക്കിവിടെ അവൈലബിൾ ആയ കാരണം തന്നെ അത് തന്നെയാണ് കൂടുതൽ ഇടുക. അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി കൂടുതൽ ഇട്ടാൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഞ്ഞു അരിഞ്ഞെടുത്തിട്ട്, ഇതാണ് അതിൻ്റെ അരപ്പെന്ന് പറയുന്നത്. നമുക്ക് കുറേ കറി വേണമെന്നുണ്ടെങ്കിൽ കുറേ സവോളയും കുറേ ഉള്ളിയും എടുത്താൽ മതി. കുറച്ച് കറി മതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറവ് മതി എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചധികം വേണം. അപ്പോൾ നമ്മൾ നാളികേരം അതുപോലെ തന്നെ ഈ കൂട്ടുകളൊക്കെ കൂടുതലെടുത്തിട്ട് തന്നെയാണ് നമ്മൾ കറികൾ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ കോൽപ്പുളി പിഴിഞ്ഞൊഴിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഇപ്പോൾ നമ്മുടെ കുടംപുളിയാണ് ഇടുന്നത്. അതിൽ ഉലുവയും മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ നമ്മുടെ നാളികേരം ഉണ്ടല്ലോ അത് ചിരകിയതും ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നത് തിരുമ്മി കൂട്ടാം. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് ആയി കിട്ടൂട്ടാ. എന്നിട്ട് നമ്മുടെ ഈ കൊഴുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് വെള്ളമൊന്നും ഒഴിക്കണ്ട, നമ്മുടെ സിമ്മിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ കുടംപുളിയിലത്തെ പുളിയും അതുപോലെ തന്നെ തക്കാളിയിലത്തെ പുളിയും ഒക്കെ ഇറങ്ങി വരുമ്പോൾ, പിന്നെ ആ പീരയുടെ ടേസ്റ്റും കൂടിയൊക്കെ ഇറങ്ങി വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാലത്ത് തൊട്ട് ഉച്ച വരെയുള്ള റുട്ടീനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അച്ഛനും സദേട്ടനും നമുക്ക് ഭക്ഷണം കൊടുക്കാം. അതെ, നമ്മൾ തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ. നമ്മുടെ കറി ഇതേക്കണ്ട പീരകറി സൂപ്പറായിട്ടില്ല. അങ്ങനപ്പം തൃശ്ശൂർക്ക് പോവാം. ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്കാണ് പോകണം കേട്ടോ. അപ്പം കുട്ടിച്ചക്കൽ വരുന്നു. ഞാൻ വിചാരിച്ചു ഒന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. ആക്ച്വലി മുടിക്കും ഹെയറിൻ്റെയും ഡെർമറ്റോളജിക്കൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. തൃശ്ശൂര് കൂങ്കുന്നത്താണ് കേട്ടോ അഞ്ജലിയുടെ ക്ലിനിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി അഞ്ജലി എന്നെ വിളിക്കുന്നു, നീ വാന്ന് പറഞ്ഞിട്ട്. നമുക്കൊരു ചാനൽ ഉണ്ടായിട്ട് നമ്മുടെ ചാനലിൽ കൂടെ ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ തൃശ്ശൂരിലുണ്ടെന്ന് അറിയിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് സുഹൃത്താണ് അല്ലേ. അപ്പോൾ കൂങ്കുന്നത്ത് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് അഞ്ജലിയുടെ ഗ്ലോ സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിനിക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് അവിടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമ്മളിവിടെ വരുമ്പോൾ നമുക്കൊരു ഫോം ഉണ്ട്. അതായത് നമുക്കിപ്പോൾ എന്താണ് നമ്മുടെ സ്കിന്നിന് വേണ്ട ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അതായിരിക്കുമല്ലേ നമ്മുടെ സ്കിന്നിൻ്റെ ഡീറ്റെയിൽസ് ഞാനത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് പതുക്കെ നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഞാനിവിടുത്തെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോസ്മെറ്റോളജിസ്റ്റ് വേറൊരു ക്ലയൻറ്റിനെ വേറൊരു ക്ലയൻറ്റിനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ മിസ്ബ എന്നാണ് കേട്ടോ ആളുടെ പേര്. നമുക്ക് വെയിറ്റ് ചെയ്യാം ആളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോസ്മെറ്റോളജിസ്റ്റ് ഡോക്ടർ മിസ്ബ. വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ മിസ്ബ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും ഡോക്ടർ എന്നെ പിടിച്ച് നിർബന്ധിച്ച് എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് നോക്കി, എന്തെങ്കിലും ടാനൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിട്ടോ. ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് കണ്ടോ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇന്റഗ്രിറ്റിയും അതുപോലെ തന്നെ ടെക്സ്ചറും ഒക്കെ അനലൈസ് ചെയ്തിട്ട് അങ്ങനെയാണ് അവർ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടതെന്ന് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ചെറുതായിട്ട് ഒരു ടാൻ ഉണ്ട്, അത്രയുള്ളൂ. വലുതായിട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നമ്മളുടെ അടുത്ത് കാർബൺ പീരിയഡ്, കാർബൺ പറഞ്ഞത് ലേസർ ട്രീറ്റ്മെന്റ് ആണ്. നമ്മളൊരു ചാർക്കോൾ പേസ്റ്റ് പോലെ ഉണ്ട്, അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിന് അക്കോർഡിംഗ് നമ്മൾ ഇന്റൻസിറ്റി ഫ്രീക്വൻസി സെറ്റ് ചെയ്തിട്ട് ഷോർട്സ് കൂടി തരും, വേറെ ഉണ്ടാവില്ല. അപ്പോൾ അത് തരുമ്പോൾ സ്കിന്നിന്റെ നല്ലൊരു മെക്കാനിക്കൽ എക്സ്പോളേഷൻ ആവും സ്കിന്ന്. അത് കഴിഞ്ഞിട്ട് പീൽസ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സ്കിന്നിന്റെ അബ്സോർപ്ഷൻ പെനിട്രേഷൻ കൂടും. അപ്പോൾ നല്ലൊരു ഡീപ്പർ ലെവൽ പെനിട്രേഷൻ, നല്ലൊരു ഗ്ലോ, നല്ലൊരു റേഡിയൻസ് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് സൂറ്റബിൾ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഡൗൺ ടൈം ഒന്നുമില്ല, ഡ്രൈനെസ്സോ റെഡ്നെസ്സോ ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു ഗ്ലോ ഉണ്ടാവും. പോസ്റ്റ് ട്രീറ്റ്മെന്റ് ഇമീഡിയറ്റ് ഓൺ ടേബിൾ ഗ്ലോ ഉണ്ടാവും. ഒരുപാട് ഇഷ്യൂസ് ഉള്ളവരുണ്ടാവുമല്ലോ, മെയിനായിട്ട് ഒരുപാട് പിമ്പിൾസ് വരുന്നവരുണ്ടാവും. അതുപോലെ പിഗ്മെന്റേഷൻസ് ഇവിടെ ചിലരെ കണ്ടിട്ടില്ല, എല്ലാവർക്കും നമ്മുടെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. എല്ലാ കോസ്മെറ്റിക് കൺസേൺസിന്റെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് അവരുടെ കോസ് എന്താണെന്ന് നോക്കും. ഇപ്പൊ നമ്മൾ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുന്ന ഒരുപാട് റീസൺസ് ഉണ്ട്. കുറച്ച് പേര് അനീമിയ എന്ന് വരും, കുറച്ച് പേര് ഐ അലർജീസിന് വന്ന് അങ്ങനെ പോലത്തെ പ്രോബ്ലംസ് വരും, കുറച്ച് പേര് സ്ട്രെസ് ഉണ്ടാവും, ജെനറ്റിക് ഉണ്ടാവും. ഇപ്പൊ കുറച്ച് പേര് ഒരുപാട് സോൾട്ട് കഴിക്കും. ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് സോൾട്ട് കണ്ടന്റ് കൂടുതലാണ്.
അപ്പൊ അവർക്ക് വരും. പിന്നെ കുറച്ച് പേര് അണ്ടർ ഐ പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പൊ കുറച്ച് പേരിന് പിഗ്മെന്റേഷൻ ഉണ്ടാവും, കുറച്ചൊരു പിഗ്മെന്റേഷൻ ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ഫാറ്റ് ഉണ്ടല്ലേ, ഫാറ്റ് നമ്മൾ പറയും നമ്മുടെ ബോഡിലേക്ക് ഫാറ്റ് ഉണ്ട്, അതേപോലെ അണ്ടർ ഐസിൽ ഫാറ്റ് ഉണ്ട്. അത് വന്ന് കുറച്ച് ഏജ് ആകുമ്പോൾ റെഡ്യൂസ് ആവും. അപ്പൊ നമ്മൾക്ക് ഒരു പിറ്റ് പോലെ ഫീലിംഗ് ആവും, ഹോളിനെസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾക്ക് ഒരു ഡാർക്ക്നെസിന്റെ ഒരു ഫീലിംഗ് തരും. ആ റീസൺസ് നോക്കിയിട്ട് നമ്മൾ അക്കോർഡിംഗ്ലി ട്രീറ്റ്മെന്റ് ചെയ്യും. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പിഗ്മെന്റേഷന് പീലിംഗ് ചെയ്യാറുണ്ട്, ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്, പിന്നെ നമ്മൾ വൈറ്റമിൻസ് ഇൻഫ്യൂഷൻ തെറപ്പി എന്ന് പറയും. അത് നമ്മൾ മൈക്രോനീഡിയം ട്രീറ്റ്മെന്റ് ഒപ്പം ചെയ്യും. അത് നല്ലൊരു എഫക്റ്റീവ് ആണ് ട്രീറ്റ്മെന്റ് ആണ്. പിമ്പിൾസിന് ഉണ്ട്, ആക്നെ കൺട്രോളിനുണ്ട്, ഡാൻഡ്രഫിനുണ്ട്, ഹെയർ ഫോൾ ഇഷ്യൂ, ഹെയർ ഫോൾ ഉണ്ടപ്പോൾ നമ്മൾ ഹൈ ഫ്രീക്വൻസി ട്രീറ്റ്മെന്റ്, അലോപേഷ്യ ഏരിയ ആയിട്ട് അങ്ങനെ പോലത്തെ ഒരു അത് അങ്ങനെ പോലത്തെ ആണെങ്കിൽ അതിന് നമ്മൾ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ തരാറുണ്ട്. ഇപ്പൊ അതായത് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മേജർ ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പറയുന്നത്. സത്യത്തിൽ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. ഞാൻ അഞ്ജലിയുടെ ഷോപ്പ് പരിചയപ്പെട്ട് നമുക്കിവിടെ തൃശ്ശൂർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നമുക്ക് മറ്റുള്ളവരെ അറിയിക്കണ്ടേ. അതിപ്പോ എന്റെ ഒരു ഫ്രണ്ടും കൂടെ എന്റെ ഒരു കടമയല്ല അവൾക്ക് ഇങ്ങനെ ഒരു അവസരം നമ്മുടെ ചാനലിലൂടെ എത്തിക്കുക എന്നുള്ളത്. അപ്പൊ തൃശ്ശൂരുള്ളവർക്ക് മാത്രമല്ല, നമുക്ക് എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം. നമ്മളുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ ഡോക്ടർ എന്റെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള, ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് വന്നപ്പോ നമുക്ക് എന്താണ് ഇവിടുത്തെ ബാക്കിയുള്ള ചികിത്സകൾ അതുപോലെ ബാക്കിയുള്ള കൺസേണുകൾ എന്താണെന്ന് നമുക്ക് ഡോക്ടറോട് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. കാരണം എനിക്കിത് വലിയ അറിയുന്ന മേഖലയല്ല. ഇപ്പൊ നമ്മള് ഹെയർ ഫോൾ ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ എന്റെ ഒക്കെ കളർ ചെയ്ത മുടിയാ മൊത്തത്തിൽ ഡാമേജ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മള് ഹെയർ ഫോൾ ഉണ്ട്, ഹെയർ തിന്നിങ് അങ്ങനെ പ്രശ്നമാണെങ്കിൽ നമ്മൾ PRP ചെയ്യാറുണ്ട്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയും. ഒരു ഇഞ്ചക്ഷൻ ബേസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്, പക്ഷെ അങ്ങനെ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാവും. PRP ചെയ്യാറുണ്ട്, മീസോതെറപ്പി എന്ന് പറയും. നമ്മൾ ഇഞ്ചക്ഷൻ പോലെ പക്ഷെ ബ്ലഡ് എടുക്കാതെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്, ഇഞ്ചക്ഷൻ ബേസ്ഡ് ആണ്. അതായത് നമ്മള് ബ്ലഡ് നമ്മുടെ പ്രോസസിങ് ചെയ്തിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ പോലെ ചെയ്യും. ഇഞ്ചക്ട് അതെ, നോർമൽ നമ്മളിപ്പോ സൊല്യൂഷൻസ് ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ അത് അത്ര എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവില്ല. ഇപ്പൊ അതാകുമ്പോൾ PRP ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഫോളിക്കൽസ് ഇഞ്ചക്ട് ചെയ്യും. അപ്പൊ റിസൾട്ട് പെട്ടെന്ന് ഉണ്ടാവും ഡിഫറൻസ്. ഒരു ഫോൾ ഉണ്ടെങ്കിൽ ഒരു ഇനീഷ്യൽ ഒരു സെഷൻ നല്ല ഡിഫറൻസ് കൺട്രോൾ ആവും, ഗ്രോത്ത് ആവും. അതെ, ഒരു മിനിമം സെഷൻസ് ഒരു 4-5 സെഷൻസ് ഒക്കെ എടുക്കണം നമ്മൾ, മന്ത്ലി വൺസ് അങ്ങനെ ആ ചേഞ്ചസ് ഉണ്ടാവും. ഞാൻ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആക്ച്വലി നമുക്ക് ഇവിടെ 2 ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്. ഒന്ന് മോഡേൺ മെഡിസിൻ ആയിട്ട് നമ്മൾ എന്താ പറയുക കുറച്ചും കൂടി കോസ്മെറ്റോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്. ഒന്ന് നമ്മുടെ നമ്മുടെ കേരളീയ രീതിയിലുള്ള ആയുർവേദം ഉണ്ട്. അപ്പോൾ ആയുർവേദത്തിലുള്ള ഈ ഫേഷ്യൽസും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്തി തരാം. അതിന് 2 ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം കുറെ ആൾക്കാരൊക്കെ നമുക്ക് എന്താ പറയാ ഈ ഒരുപാട് ഓർഗാനിക് ആയിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പൊ അവർക്കുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് പതുക്കെ ഇത് ഞാൻ നമ്മുടെ എന്താ പറയാ ഫേഷ്യൽ അല്ലേ ചെയ്യുന്നത്, എന്താ ചെയ്യുമ്പോൾ എനിക്കറിയില്ല. നമുക്ക് പതുക്കെ നമ്മുടെ കിടന്ന് കുറച്ചു നേരം ഒന്ന് റിലാക്സ് ആവാം. ഞാൻ നോക്കട്ടെ കേട്ടോ. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് കാർബൺ ലേസർ ട്രീറ്റ്മെന്റ് ആണ്. എന്റെ സ്കിൻ അങ്ങനെ ഒത്തിരി ഡാമേജ്ഡ് അല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എന്നാലും ഈ ടാനൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ഇതിനെ എന്താ പറയാ ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാമെന്ന് പറയണം. നമ്മുടെ സ്കിന്നിനെ ഒക്കെ ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്തിട്ട് ഒന്നൊരു ഗ്ലോ വരുത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് പതുക്കെ പ്രൊസീജിയറിലേക്ക് കിടക്കാം കേട്ടോ. ഞാൻ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ വരെ എത്തിയതല്ലേ ഇത് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടും കസ്റ്റമൈസ് ചെയ്തിട്ടും നമുക്ക് ചെയ്തു തരുന്ന ഒരുപാട് പ്രൊസീജിയറുകൾ ഉണ്ട്. അപ്പോൾ ഞാനതിൽ നമ്മുടെ കാർബൺ പീൽ ഓഫ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞു കേട്ടോ. ലേസർ ട്രീറ്റ്മെന്റ് അതുപോലെ തന്നെ ഒരുപാട് ഹെയറുകൾ മുഖത്ത് നമുക്കിപ്പോൾ ഹോർമോണൽ വേരിയേഷൻ മൂലം ഒരുപാട് എന്താ പറയുക ഹെയർ വരുമല്ലോ. അപ്പോൾ നമ്മൾ ലേസർ ട്രീറ്റ്മെന്റ് കൊടുക്കും. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ അവിടെ ഉണ്ട്. എല്ലാ ട്രീറ്റ്മെന്റുകളും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ പിന്നെ ഒരുപാട് നാളായിട്ട് മാറാത്ത പിമ്പിൾസുകൾ, പിന്നെ പിഗ്മെന്റേഷനുകൾ, അതുപോലെ അങ്ങനെ എന്താ പിന്നെ മുടിയിൽ വരുന്ന കുറേ പ്രോബ്ലംസ്, അതിനൊക്കെ ഡാൻഡ്രഫിന്, ഹെയർ ഫോളിന്, അതിനൊക്കെ നമുക്ക് അവിടെ ചികിത്സയുണ്ട് കേട്ടോ. കാർബൺ ജെല്ലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവിടെ എനിക്ക് ഒരു ഡോക്ടർ പറഞ്ഞു തരാനായിട്ടുണ്ട് കേട്ടോ. ആളാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇനി
ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ടെന്ന് പറയണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. 50 മിനിറ്റ്സ് ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് സമയം എടുക്കും. അപ്പോൾ നമുക്ക് പതുക്കെ റിലാക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മുടെ സ്കിന്നൊന്ന് ക്ലെൻസ് ചെയ്തിട്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കാർബൺ വെച്ചിട്ട് മൊത്തം എന്താ പറയുക അഴുക്കിനെയും എക്സ്ട്രാക്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ലേസർ ട്രീറ്റ്മെൻറ്റ് പോലെയല്ല ലേസർ ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യാണ് കേട്ടോ. നമ്മൾ ലേസർ അപ്ലൈ ചെയ്യാണ്. കൂടുതലില്ലല്ലോ. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ എസ്തറ്റിക് ആയിട്ടുള്ള ടെക്നിക്സുകൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദിക് ആയിട്ടുള്ള പലതരത്തിലുള്ള ഫേസ് മാസ്കുകളും അതുപോലെ തന്നെ ആയുർവേദ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 ഡിപ്പാർട്ട്മെൻ്റാണ് നമുക്കുള്ളത്. അപ്പം നമ്മുടെ ലേസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതങ്ങനെ ഫോളോ അപ്പ് ചെയ്യേണ്ടതൊന്നുമല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇതിൻ്റെ ഒരു പീൽ ഓഫ് മാസ്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. അവിടെ നഴ്സുമാരായാലും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആയാലും നമ്മളോട് വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മളെ കംഫർട്ട് സോണിലേക്ക് എത്തിക്കുന്നതിൽ എനിക്ക് ഭയങ്കര ഞാൻ അഞ്ജലിനെ മാത്രമേ അറിയുള്ളൂ, ബാക്കിയുള്ളവരൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പക്ഷേ ഡോക്ടറൊക്കെ വന്ന് എന്താ പറയുക വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. കാർബൺ ലേസർ ആണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ലാക്റ്റിക് ആസിഡ് പീലാണ്. അപ്പൊ നമ്മൾ ലേസർ ചെയ്ത ശേഷം ചെയ്യുമ്പോൾ നല്ല പെനിട്രേഷൻ ഉണ്ടാവും. പീൽ നല്ലോണം പെനിട്രേറ്റ് ആയിട്ട് അകത്ത് പോയിട്ട് കുറച്ച് നല്ലോണം എക്സ്ഫോളിയേഷൻ ആണ്. ഇതിപ്പോ നമ്മൾ എത്ര ഏജ് തൊട്ടാ സജസ്റ്റ് ചെയ്യുന്നത്? 18. ഇങ്ങനെ കുറച്ച് 18 ആണ്. പക്ഷെ കുറച്ച് പേര് ലൈക്ക് ഒരു ഭയങ്കര ഹൈബ്രിഡ് ആക്നെ ഉണ്ട്, ഒരുപാട് ഹാർഡ് ഫോൾ ഉണ്ട്, അങ്ങനെ 14 ഇയേഴ്സ് ഒക്കെ തൊട്ട് ചെയ്യാറുണ്ട് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ്. കാരണം നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അവര് എന്താ പറയാ മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടേ പ്രോബ്ലംസ് വരുന്നുണ്ടല്ലോ, ഒരുപാട് പിമ്പിൾസ് വരുന്ന അവർക്കൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യും, ഇല്ലെങ്കിൽ ജസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ മാത്രം തരും, മെഡിസിൻസോ ക്രീംസോ അവരുടെ ഹിസ്റ്ററി നോക്കിയിട്ട് അക്കോർഡിംഗ്ലി. എല്ലാവർക്കും നമ്മൾ ഒരേ ട്രീറ്റ്മെന്റ് ഇല്ലല്ലോ, കസ്റ്റമൈസ് ആവുമല്ലോ, ഒരാൾക്ക് ചെയ്യും ചെയ്യില്ല. നമ്മളൊരു ഓർഗാനിക് കോമ്പണന്റ് തന്നിട്ടുണ്ട്. അപ്പൊ സ്കിന്ന് കുറച്ച് സ്മൂത്ത് ആവണല്ലേ, കാം ആവണം, അതിനുവേണ്ടി തരുന്നുണ്ട്. ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് റിസൾട്ട് ഉണ്ടാവില്ല, നമ്മൾ ഇത് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ നല്ലോണം ഡിഫറൻസ് ഉണ്ട്. എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? എന്നിൽ എന്തെങ്കിലും വിസിബിൾ ആയിട്ടുള്ള മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന്? ഇപ്പോൾ ഞാൻ നമ്മുടെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ ഇതിപ്പോൾ എന്താ പറയുക, നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഒരുപാട് സ്നേഹിക്കുന്നവരല്ലേ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്, പിമ്പിൾസ് ഉണ്ട്, ഹെയർ ഫോൾ ഉണ്ട്, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉണ്ട്, കാലങ്ങളായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല എന്നുള്ളൊരു ഇവിടെ ഒന്ന് വന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്ലിനിക്കിൽ വന്ന് നോക്കൂ. ഇവിടെ നമുക്ക് ആയുർവേദിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട്, അതോടൊപ്പം നിങ്ങൾ ഓർഗാനിക് ആണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ കോസ്മെറ്റോളജി സൈഡിലുള്ള എന്താ പറയുക എസ്തെറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റുകൾ കുറച്ചുണ്ട് കേട്ടോ. ഞാനപ്പോൾ അതൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇവിടെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മേടിച്ചിട്ട് പോവാം. നമുക്കിപ്പോൾ അവരെന്നെ എഴുതി തരുന്ന പരിപാടികളൊന്നുമില്ല, നമ്മുടെ കയ്യിൽ തന്നെ പ്രൊഡക്റ്റുകൾ ഓൾറെഡി ഉള്ള കാരണം കൊണ്ട് നമുക്ക് മേടിച്ചിട്ട് പോവാം കേട്ടോ. സെറ്റാഫിലിൻ്റെ നല്ല സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് കയ്യിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ എന്നെ ഇവിടെ വിളിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് പറഞ്ഞ പോലെ അഞ്ജലിനെ പരിചയപ്പെടാം എന്ന് പറഞ്ഞാൽ പോലെ. അപ്പോൾ ആക്ച്വലി എൻ്റെ ഡോക്ടറായ കൂട്ടുകാരിയെ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? അപ്പോൾ വാ നമുക്ക് അഞ്ജലിനെ പരിചയപ്പെടാം. അഞ്ജലിനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് അഞ്ജലി. അപ്പോൾ ആളുടെ ആണ് കേട്ടോ നമ്മുടെ ഈ ക്ലിനിക്ക് എന്ന് പറയുന്നത്. പറയൂ, ക്ലിനിക്കിന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, നമ്മുടെ കേരളീയരുടെ മുമ്പിലേക്ക് കൊണ്ടുവരൂ. ക്ലിനിക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 months ആവുന്നു. നമുക്കിവിടെ മെയിനായിട്ട് സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും എല്ലാ ട്രീറ്റ്മെൻറ്റ്സും എല്ലാ കൺസേൺസിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. മെയിനായിട്ട് 2 ഡിവിഷനാണ് ഉള്ളത്, ആയുർവേദ ആൻഡ് കോസ്മെറ്റോളജി.
അപ്പോൾ നമുക്ക് ഇവിടെ ഹൈലി എഫിഷ്യൻ്റായ ഡോക്ടേഴ്സും സ്റ്റാഫ്സും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. റീസെൻ്റ്ലി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് കേട്ടോ അത്. അപ്പോൾ ഞാനും അഞ്ജലിയായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ATPയിൽ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഫ്രണ്ട്സാണ്. ഇത് സത്യം പറഞ്ഞ ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി അവളുടെ സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ വേറൊരു എന്താ പറയുക വേറൊരു സൈഡ് ഇതിനില്ല. നിങ്ങൾക്ക് ഞാൻ വളരെ ജെന്യുവിനായിട്ട് ഒരു നമ്മുടെ സ്ഥാപനത്തെ, അതായത് എൻ്റെ സ്ഥാപനത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന പോലെയാണ് കേട്ടോ അഞ്ജലിയുടെ ഈ ക്ലിനിക്കിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇവിടുത്തെ സ്റ്റാഫുകളും അതുപോലെ തന്നെ നമ്മുടെ ഫെസിലിറ്റീസും ക്ലീൻലിനെസ്സും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂരുള്ള ഗ്ലോയങ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്ലിനിക്ക് കേട്ടോ. അപ്പോൾ ഇത് പൂങ്കുന്നത്താണല്ലോ. പൂങ്കുന്നത് നമ്മൾ എങ്ങനെ പ്രോപ്പർ പറയാം? ഒരു പ്രോപ്പർ പൂങ്കുന്നത് തന്നെ മെയിൻ ഫെഡറൽ ബാങ്കിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ആയിട്ട് വരും. ഓക്കെ, പൂങ്കുന്നത് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അപ്പോൾ ഒരു റിക്വസ്റ്റാണ്, നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന ഇറിറ്റേഷൻസ് അതുപോലെ തന്നെ നമ്മുടെ ഹെയർ സംബന്ധമായ പ്രോബ്ലങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്താ പറയുക മടുത്തു വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് അഞ്ജലിനെ കൺസൾട്ട് ചെയ്യുക. അഞ്ജലിയുടെ നമ്പർ അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻസ് അതുപോലെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് മെഡിസിൻസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അവർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് തന്നു വിടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലോയങ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിനിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലിനിക്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവരുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ കാണാം. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാ പേജ് നോക്കുമ്പോൾ കാണാം. ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ വന്ന് ഒരുപാട് രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ അഞ്ജലിനെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. കാരണം ഒരുപാട് പിഗ്മെന്റേഷൻസും അതുപോലെ തന്നെ മുഖത്തൊക്കെ രോമങ്ങളൊക്കെ ഒരുപാട് വന്നിട്ട് ഒരുപാട് സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഗ്ലോയങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ ജെമ്മിലേക്കാണ് കേട്ടോ. ജെമ്മെന്നാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മിസ്സായി നമ്മുടെ ഷോപ്പിന്റെ പേര്. ഇത് നമ്മുടെ പുഴയ്ക്കപ്പാടത്തുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ലൈറ്റുകൾ മേടിക്കാൻ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ജസ്റ്റ് വൈകുന്നേരം നേരത്തെ പോകുമ്പോഴാണ് അവിടെ അങ്ങനെ മുകളിൽ ലൈറ്റുകളൊക്കെ കത്തിച്ചിട്ടിട്ട് കാണുക. ഞാൻ അതിൻ്റെ മുകളിലത്തെ സെക്ഷൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എറണാകുളത്തേക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ സംഭവങ്ങൾ എവിടെ കിട്ടും, ഈ സംഭവങ്ങൾ എവിടെ കിട്ടും, അങ്ങനെ അന്വേഷിച്ച് നമ്മളങ്ങനെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും. നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകളുള്ള കടകൾ നമ്മൾ തന്നെ തേടി കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ചൊരു കടയാണ് ജെം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഭാഗ്യൻ ലൈറ്റ് നമ്മുടെ വീടിന്റെ പുറത്തേക്ക്, അതായത് നമുക്ക് കാടല്ലേ, അപ്പൊ കാട്ടിന്റെ അവിടേക്കൊക്കെ നല്ല ലൈറ്റുകൾ വേണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് അന്വേഷിച്ച് വന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പൊ ഞാൻ ഭാഗ്യൻ സംഭവങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാൻ അവിടെ നോക്കി കാണായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ലൈറ്റുകളെല്ലാം സിൽവാനിന്ന് എടുത്ത കാരണം കൊണ്ട് ഇവിടെ നിന്ന് വലിയ കാര്യമായിട്ടുള്ള ലൈറ്റുകളൊന്നും നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല. എന്നാലും കുറെ ഹോം ഡെക്കോർ പീസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗണേശന്റെ ഉള്ളിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെവി ഹാങ്ങിങ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ജെമ്മിൽ. നമ്മുടെ ഫാൻ നമ്മൾ അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഹോം ഡെക്കോറിന് വേണ്ടിയിട്ടുള്ള ഒരുവിധ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ ആന്റിക് ആയിട്ടുള്ള പീസുകൾ, അതുപോലെ തന്നെ കുറച്ച് മോഡേൺ ആർട്ടിലേക്ക് വരുന്ന പീസുകൾ, വുഡന്റെ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ നാച്ചുറൽ സ്റ്റോണിൽ വരുന്ന കുറച്ച് സംഭവങ്ങൾ. ഇത് നമ്മൾ നോക്കി നടന്നിട്ട് കിട്ടിയില്ലായിരുന്നു, പക്ഷെ അത് അവിടെ ഉണ്ട്. അപ്പൊ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കടയിലേക്ക് പോവാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞ പൂരനഗരിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അവിടെ ഇവിടെയും കുറച്ച് പന്തലുകളൊക്കെ ഉയർന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എക്സിബിഷൻ 20th കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എക്സിബിഷൻ നമ്മൾ പോയിട്ടില്ല. പിന്നെ രണ്ട് സൈഡിലും നിറയെ പൊരിക്കടക്കാർ, ഹലുവ കടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ പോവാ. കടയിൽ നിറയെ വേസ്റ്റ് ബാക്കി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണം. നിങ്ങൾ ആരെങ്കിലും തൃശ്ശൂരുള്ളവരുണ്ടെങ്കിൽ വേസ്റ്റ്, അതായത് നമുക്ക് പശുവിന് കൊടുക്കാനോ മീന് കൊടുക്കാനോ അതുപോലെ തന്നെ പന്നികൾക്ക് കൊടുക്കാനോ ഒക്കെ നമ്മുടെ കടയിൽ നിന്ന് വേസ്റ്റുകൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് തോന്നുന്നു. ഇപ്പോൾ പൈസ ഒന്നും വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം കേട്ടോ. കാരണം അവിടെ ധാരാളം വേസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ
കടയിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുപോകുന്ന ആൾക്ക് അത്രയ്ക്കധികം വേസ്റ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദീപ്തിയുടെ മുമ്പിലുള്ള കടയിലോ നമ്മുടെ തലൂരത്തെ കടയുണ്ടല്ലോ അവിടെ കുറേ വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. മീനുകൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ പശുക്കൾക്ക് കൊടുക്കാനോ ഇനിയിപ്പോൾ ബയോഗ്യാസ് ഉണ്ടാക്കാനോ ഒക്കെ ആവശ്യമായിട്ട്. ഇപ്പോൾ റപ്പായേട്ടൻ കടയൊക്കെ അടച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ പോവാണ്. അമ്മയും ചേച്ചിയും കുഞ്ഞിനൊക്കെ വരാമെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ പഴയ വീട്ടിലത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് പുതിയ വീട്ടിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഇന്നൊരു തട്ടുപൊളിപ്പൻ അടിപൊളി ഓട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കുക. അപ്പോൾ ഓട്സ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ മുട്ട ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ദോശ ഉണ്ടാക്കിയില്ലേ. അപ്പോൾ ദോശ ഉണ്ടാക്കണതിന് പകരം നമ്മുടെ മറ്റേ ഇതിലുണ്ടാക്കിയെടുക്കുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും മാറ്റി കൊടുക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അതായത് സവോളയും ഉള്ളിയും ഉപ്പും പച്ചമുളകും നന്നായിട്ട് ചോപ്പർ റൂട്ടിൽ അരിഞ്ഞെടുത്തിട്ട് ഓട്സ് പൊടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മുട്ടയും കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഇത് 2 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആമസോണിൽ നിന്ന് ഞാനൊരു പുതിയ പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കുറേ പ്രൊഡക്റ്റുകൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാത്തിരുന്ന് മടുത്തു. ഇതിങ്ങനെ മേടിച്ച് വെക്കൽ മാത്രമായിട്ട് എനിക്കിതിൻ്റെ ഉള്ളിൽ കാണാൻ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് വെക്കുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലേ ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ തുടക്കിനെ കോലില്ലേ അത് മേടിച്ച് വെച്ചിട്ട് കുറേ നാളായി പുതിയ വീട്ടിലേക്ക്. അപ്പം ഞാൻ നിങ്ങൾക്ക് അതൊന്ന് അഴിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് എന്താ പറയുക സ്പിന്നറല്ലേ, സ്പിന്ന് ചെയ്യുന്നതല്ലേ, ഇങ്ങനെ സ്പിന്ന് ചെയ്യുന്ന നമ്മുടെ തുടയ്ക്കണ സാധനം ഉണ്ടല്ലോ അതാണ് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ലൈറ്റാണ്. ഞാൻ യൂസ് ചെയ്തു കേട്ടോ, 1-2 വട്ടം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇനിയൊരു നമ്മുടെ എന്താ പറയുക വാക്യൂം ക്ലീനർ മേടിക്കണമെന്നുണ്ട്. നല്ല ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യൂ കേട്ടോ. വാക്യൂം ക്ലീനർ വിത്ത് മോപ്പ് അടിപൊളിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ. നല്ല ചൂടുവെള്ളത്തിലൊക്കെ ടൈലൊക്കെ തുടച്ചെടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇതിന് വലിയ ബഡ്ജറ്റ് ഇല്ലല്ലോ. ഇനിയിപ്പോൾ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്നെങ്കിൽ. അപ്പം നമുക്ക് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സംഭവം. ഇത് നമ്മുടെ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആക്കുന്നതെന്ന് തോന്നുന്നത്. ഇത് തുടയ്ക്കുന്ന കോലിൻ്റെ ആ ഭാഗങ്ങളാണ് കേട്ടോ. ഇങ്ങനെ പാർട്സ് ആയിട്ടാണ് അത് വരിക. നമ്മൾ വേണം അത് അറ്റാച്ച് ചെയ്ത് വെക്കണമെങ്കിൽ. മൊത്തം ഡിറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന്. ഇതിൻ്റെ തന്നെ കുറേ പ്രൊഡക്റ്റ് ആമസോണിൽ വില കുറവിനൊക്കെ കണ്ടായിരുന്നു ഞാൻ. അപ്പോൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ലോങ് ടേം യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നല്ലൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതിന് ഫിറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു പുതിയ സാധനം മേടിച്ച് 1-2 ദിവസം ഉപയോഗിക്കാൻ നല്ല ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ തുടക്കലും അടിക്കലും ബഹളവും ഭയങ്കര പണിയെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പുതിയതാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ 2 മോപ്പ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരെണ്ണം യൂസ് ചെയ്തിട്ട് പിന്നെ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ പണ്ട് അമ്മയ്ക്ക് ഒരെണ്ണം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മീഷോന്ന്. ഇപ്പോഴും അമ്മ തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ വാറണ്ടി കാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്യാം. ഇത് 2 ദിവസം മുന്നാണ് കേട്ടോ അൺബോക്സിങ് ചെയ്തത്. ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തെന്നുള്ളൂ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നടുവേദനയുള്ളവരുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ചെറിയൊരു ബനിയൻ്റെ ഒക്കെ പീസ് അല്ലെങ്കിൽ എന്തെങ്കിലും തുണി എടുത്തിട്ട് മുട്ട് കുത്തി നിന്ന് തറ തുടയ്ക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. പക്ഷേ കാലം മുന്നോട്ട് പോയി. പിന്നെ തുടക്കോലായി. പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളായി. ഇപ്പോൾ പിഴിയാൻ പോലും നമുക്ക് കൈമൊരു തുള്ളി വെള്ളമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൻ്റെ സാരാംശം. അപ്പോൾ ഇതിന് ഒരു പുള്ളറുണ്ട്, അതുപോലെ തന്നെ വീലുണ്ട്. ഇത് കണ്ട ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കയ്യിൽ ഒരു തുള്ളി വെള്ളം പോലും ആക്കണ്ട. ജസ്റ്റ് അപ്പുറത്തെ ഭാഗത്ത് ധാരാളം വെള്ളം ഒഴിക്കുക, അതിൽ സൊല്യൂഷൻ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ മുക്കി സ്പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ വെറ്റി നമുക്ക് തറ തുടച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വിഭവം റെഡി ആയിട്ടുണ്ട്. അമ്മയും ചേച്ചിയൊക്കെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അമ്മയുടെയും ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും ഒപ്പം ഉള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്സ് മുട്ട അപ്പം എന്ന് പറയുന്നത്. ഭയങ്കര ഹെൽത്തിയാണ്. പക്ഷേ ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിലൊരു ഓട്സ് കഴിക്കുമ്പോൾ നമ്മളൊരു വഴുവഴുപ്പ് പോലെ ഫീൽ ചെയ്യില്ലേ, അങ്ങനെ ഒരു ഫീലിങ്സ് വരും. പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. നമുക്ക് വയറ് നിറയെ കഴിക്കാം എന്ന് പറയില്ലേ, വയറ് നിറയെ ചീറ്റിംഗ് ഇല്ലാണ്ട് കഴിക്കാം എന്ന് പറയുന്ന പോലെ കഴിക്കാം. പക്ഷെ ശ്രീകുട്ടനൊന്നും ഇത് വലിയ ഇഷ്ടമല്ല. ശ്രീകുട്ടന് ഇതിൻ്റെ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ ഭാഗ്യന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ പഴയ വീട്ടിലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് റീൽസ് വെക്കാത്ത കാരണം നമുക്ക് അങ്ങോട്ട് പോവുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ പുതിയ വീട്ടിലത്തെ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.